അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നത് ചാപ്റ്റർ 10 ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. BCRലെ ചാപ്റ്റർ 10 ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഫോർമൽ ലെറ്റേഴ്സ് എങ്ങനെയാണ്, ഫോർമൽ ലെറ്റേഴ്സും ആൻഡ് അതുപോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫോർമൽ ലെറ്റേഴ്സ് നോക്കിയേ എങ്ങനെയാണെന്നുള്ളത് അതിന്റെ ഞാൻ ഫോം എന്ത് ചെയ്യാം ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോട്ടെ എങ്ങനെയാണ് അതിന്റെ ഫോം വരുന്നത്. ഫസ്റ്റ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാ, സെൻഡേഴ്സ് അഡ്രസ്, ആരാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ് എഴുതുക. ഓക്കെ, അടുത്ത ഡേറ്റ് ഇടുക. ഓക്കെ, ഡേറ്റ് ഇവിടെ കൊടുക്കുക. അതുപോലെ റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്, റിസീവേഴ്സ് അഡ്രസ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം താഴെ കൊടുക്കാം. ഓക്കെ, സെൻഡേഴ്സ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ABC നോ, ജസ്റ്റ് ABC നോ, നിങ്ങളുടെ പേരൊന്നും എഴുതരുത്, നിങ്ങൾ എന്ത് ചെയ്യാം വേറെ ഏതെങ്കിലും ഒരു പേര് വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതും കൊടുക്കുക. അടുത്തതാണ് നമ്മളുടെ സല്യൂട്ടേഷൻ. ഇവിടെ സല്യൂട്ടേഷൻ എന്താ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിയർന്നോ, ഡിയർ ഒന്നും കൊടുക്കാൻ പറ്റില്ല, സർ, സർ ഓർ മാഡം ഓർ മാം. ഓക്കെ, ഇത് എന്ത് ചെയ്യാം സല്യൂട്ടേഷൻ. എന്നിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ ടോപ്പിക്കിന്റെ മുമ്പായിട്ട് സബ്ജക്റ്റ് എഴുതുക. നമ്മൾ എന്തിനെ കുറിച്ചാണ് എഴുതുന്നത് അതിന്റെ സബ്ജക്റ്റ് എഴുതുക. ഓക്കെ, സബ്ജക്റ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ. ബോഡി, ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, അതുപോലെ തന്നെ മാറ്റർ വേണം, അതുപോലെ തന്നെ കൺക്ലൂഷൻ വേണം. ഇങ്ങനെയാണ് ഒരു 3 പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ലാസ്റ്റ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ എന്താ സബ്സ്ക്രിപ്ഷൻ, താങ്ക് യു എന്നോ എന്തെങ്കിലും കൊടുക്കാം, താങ്ക് യു. ഓക്കെ, അതുപോലെ തന്നെ കംപ്ലീറ്റിംഗ് കോഡ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും, അതായത് സിൻസിയർലി എന്നോ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നെയിം കൊടുക്കാം. അതുപോലെ ഡെസിഗ്നേഷൻ, ഇപ്പൊ നമ്മള് ചെയർമാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയർമാൻ, ഇവിടെ എന്ത് കൊടുക്കാം ഡെസിഗ്നേഷൻ, ഡെസിഗ്നേഷൻ. ചെയർമാൻ വെച്ചാൽ ചെയർമാൻ കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതുക, ആദ്യം ആരാണ് അയക്കുന്നത് സെൻഡർ, പിന്നെ ഡേറ്റ്, പിന്നെ റിസീവ് ആർക്കാണ് അയക്കുന്നത് അയാൾ റിസീവ്, പിന്നെ എന്ത് ചെയ്യുക സല്യൂട്ടേഷൻ, സാറിനോ ഡിയർനോ മാൻ, അതിന്റെ താഴെ സബ്ജക്ട്, അതിന്റെ താഴെ മാറ്റർ, ഇൻട്രോ മാറ്റർ കൺക്ലൂഷൻ, ഈ 3 അടുത്ത അതിന് ശേഷം ലാസ്റ്റ് ഇതൊക്കെ എഴുതിയതിനു ശേഷം സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ താങ്ക് യു, പിന്നെ നെയിം ആരാണോ എന്ന് ആരാണ് നെയിം കൊടുക്കുക, ഡെസിഗ്നേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുക, അതായത് ചെയർമാനോ അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ ഡയറക്ടർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തിട്ടുണ്ട് പല പല എക്സാമ്പിൾസ് ലെറ്റേഴ്സ് ഞാൻ എന്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ, അവിടെ സർ മാഡം, ഇതുപോലെ സെയിം അതുപോലെ കോപ്പി അടിച്ചാൽ മതി. നിങ്ങളുടെ ടെസ്റ്റിൽ എന്തിട്ടുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് മാറ്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പല പല മാറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും ICക്ക് തരാൻ പറ്റും, അവർക്ക് തോന്നിയ ഇഷ്ടമുള്ള മാറ്റേഴ്സ് എന്ത് ചെയ്യും അവർ തരും. ഓക്കെ, സോ അത് നമുക്ക് അതിലൊരു ഷുവർട്ടി പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത് ലെറ്റേഴ്സ്. ഓക്കെ, ഒക്കെ ലെറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അത് അത്ര മാത്രമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അടുത്തത് തന്നെ ചാപ്റ്റർ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ ഒഫീഷ്യൽ ലെറ്റർ അല്ലേ, ഇതിൽ അതുപോലെ തന്നെ ചാപ്റ്റർ ഇതെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് വരുന്നുണ്ട്. അതായത് 2 പാർട്ടായിട്ടാണ് നിങ്ങളുടെ. അടുത്താണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് 2 ഒന്ന് എന്താണ് സർക്കുലർ എന്താന്ന് പഠിക്കണം. ഓക്കെ, സർക്കുലർ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ, സർക്കുലർ എന്ന് പറഞ്ഞാലും ഒരു ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാ, ഒരു ഓഫീസിലെ ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സർക്കുലർ എന്ന് പറയുന്നത്. ഒരു സർക്കുലർ എങ്ങനെയാണ് എഴുതുക എന്ന് കണ്ടോ. ഓക്കെ, ഒരു സർക്കുലർ എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷനിലെ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെഡിങ് എഴുതുക സർ. ഓക്കെ, നമ്മൾ ഈ നോട്ടീസ് ബോർഡിലൊക്കെ സർക്കുലറുകൾ ഇടണ കണ്ടിട്ടില്ലേ, സർക്കുലർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതുന്ന സർക്കുലർ നമ്പർ, സർക്കുലർ നമ്പർ. ഗവൺമെന്റ് ഒക്കെ പല സർക്കുലർ ഉണ്ടല്ലേ, അത് നോക്കിയാൽ മതി. ഇപ്പൊ സർക്കുലർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, എന്നാണ് ഡേറ്റ് അതൊക്കെയാണ് ആയിരിക്കും. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ, 11 നവംബർ 2022 അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ GSTയിലും ഇൻകം ടാക്സിലൊക്കെ പല പല സർക്കുലേഴ്സ് കാണും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക ഡേറ്റ്, എന്നാണോ എഴുതുന്നത് എന്നാണ് എഴുതുന്നത് ആ ഒരു ഡേറ്റ്, എന്നാണ് സർക്കുലർ ഇറക്കുന്ന ആ ഒരു ഡേറ്റ്. ഇനി ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് അല്ലെ, നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ടു ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അത് എഴുതാം. അടുത്താണ് ബോഡി, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതും എങ്ങനെ എഴുതണം. എല്ലാത്തിനും ഫോം സെയിം ആണ്, ഇൻട്രൊഡക്ഷൻ, മാറ്റർ,
അതുപോലെ തന്നെ കൺക്ലൂഷൻ. ഓക്കെ, ഇത് മാക്സിമം ഒരൊറ്റ പാരഗ്രാഫേ പറ്റുള്ളൂ, ഒറ്റ പാര എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഒറ്റ പാരഗ്രാഫിൽ വളരെ ഷോർട്ട് ആയിരിക്കും സർക്കുലർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എംപ്ലോയിനോട് എന്താ ഇപ്പൊ പറയാ, യൂണിഫോമിനെ പറ്റിയിട്ടാണ് വിചാരിക്കുന്നത്. അതായത് ഇപ്പൊ അടുത്ത മാസം മുതൽ എല്ലാവരും ഇപ്പോ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും യൂണിഫോം ധരിച്ചു വരണം. അതൊരു സർക്കുലർ ആയിട്ട് ഒരു ബിസിനസ്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഒരു കമ്പനിയിൽ പറയണം. അപ്പൊ അത് സർക്കുലർ ആയിട്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, നോട്ടീസ് ബോർഡിലിടും. അപ്പൊ എന്താ ബോഡി എഴുതുക, ഇന്ന ആള് നമ്മുടെ എന്താ വരിക, നമ്മുടെ ചെയർമാൻ ഓർ സിഇഒ അല്ലെങ്കിൽ നമ്മുടെ മാനേജർ അറിയിക്കുന്ന അറിയിപ്പ് എന്താണ്, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മുതൽ എല്ലാവരും യൂണിഫോമിലായിട്ട് വരണം എന്ന്. അപ്പൊ അതാണ് അതിന്റെ ബോഡി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, എഴുതാം. ലാസ്റ്റ് നെയിം, ആരാണോ ഇത് ഇറക്കിയത്, അതായത് ഇപ്പൊ ചിലപ്പോൾ മാനേജർ ആവാം, ചിലപ്പോൾ സിഇഒ ആവാം, ഓർ CFO ആവാം, ആരാണ് എഴുതിയത് അത് എഴുതാം. ലാസ്റ്റ് ഡെസിഗ്നേഷൻ, ഇപ്പോ മാനേജർ അയച്ചാൽ ഇപ്പോ HR മാനേജർ അയച്ചാൽ HR മാനേജർ, ഇനി CEO അയച്ചാൽ CEO, അപ്പൊ അയാളുടെ പേര് എഴുതാം. അപ്പൊ ഇതാണ് സർക്കുലറിന്റെ ഫോം. വളരെ സിമ്പിൾ ആണ്. ചിലപ്പോൾ ഒരു 4 to 5 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു സർക്കുലറിന് എക്സാമ്പിൾസ് ഉണ്ട്. കണ്ടോ, ഒരു സർക്കുലറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതിന് കുറെ എക്സസൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നമ്മളൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിൽ ഒരു കാര്യം ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്, മെമ്മോ. ഓക്കെ, ഇത് മെമ്മോയുടെ എക്സാമ്പിൾ ആട്ടോ. സർക്കുലറും മെമ്മോ എന്ന് പറയുന്നതും സെയിം സാധനം തന്നെ. ഓക്കെ, സെയിം തന്നെ, നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ ഇതറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കണം എന്നറിയാം, നെയിം ഓഫ് ദ ഓർഗനൈസേഷന്റെ പേര് എന്താ വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, അടുത്തത് അഡ്രസ് ഓഫ് ഓർഗനൈസേഷൻ. ആദ്യം പേര് എഴുതാം. ഇപ്പൊ ABC ലിമിറ്റഡ് ആച്ചാൽ ABC ലിമിറ്റഡ്, അതിന് അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്രസ് കൊടുക്കുക. ഓക്കെ, ഇനി രജിസ്റ്റർ ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫീസ് എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ലൈന് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് എഴുതും. ഫസ്റ്റ് എന്താ, ഡേറ്റ്, എന്നാണോ മെമ്മോ ഇറക്കുന്നത്. 2, ആർക്കാണ്, ഫ്രം, ആരാണ് അയക്കുന്നത്. പിന്നെ റഫറൻസ്, അടുത്ത എന്താണ്, റഫറൻസ്, എന്തിനെ റെഫർ ചെയ്തിട്ടാണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ 9, ഇപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും സർക്കുലർ റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ സബ്ജക്ട്, അടുത്താണ് സബ്ജക്ട് എന്താ വെച്ചാൽ സബ്ജക്ട് കൊടുക്കുക. താഴെയാണ് എന്ത്, ബോഡി, അതായത് എന്താ നമ്മുടെ കാര്യം പറയുന്ന വെച്ചാൽ അത്. ഓക്കെ, ബോഡി എന്ന് പറഞ്ഞാല് അതെന്താണ്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, മാറ്റർ, അതുപോലെ തന്നെ കൺക്ലൂഷൻ. ഈ 3 ഫോമിൽ എഴുതേണ്ടത് ഒരു 2 or 3 ലൈൻസ് മതി മാക്സിമം, വളരെ ഷോർട്ട് ആയിട്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നോക്കിയേ, ഇതാ ഇവിടെ ABC ടെക്നോളജി ലിമിറ്റഡ്, നെയിം കൊടുത്ത കണ്ടോ. അതുപോലെ തന്നെ നെയിം കൊടുത്തിട്ടുണ്ട്, പിന്നെ ABC ലിമിറ്റഡ്, അവരുടെ അഡ്രസ്, പിന്നെ ഇന്റർ ഓഫീസ് മെമ്മോ, അത് എവിടെയാണോ കൊടുക്കുന്നത്. ഇപ്പൊ ഇന്റർ ഓഫീസ് മെമ്മോ എന്ന് എഴുതാം. ഓക്കെ, ഡേറ്റ് ഓഫീസിന്റെ ഉള്ളത് വരില്ല. 2, ആർക്കാ, ഓഫീസ് മാനേജർ, ആരാ കൊടുക്കുന്നത്, അഷോയ് എന്ന് പറയുന്ന പർച്ചേസിംഗ് ഓഫീസർ കൊടുക്കുന്നത്. റഫറൻസ് 216 PM, അതൊക്കെ ഓരോന്നിനും ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. സബ്ജക്ട് എന്താ, പർച്ചേസ് ഓഫീസ്. ഇവിടെ നമ്മളുടെ ഈ ബിസിനസ്സിലുള്ള പല കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതിനാണ് മെമ്മോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണെന്ന് ഇവിടെ ഒരു ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മെമ്മോ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ 2-3 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെമ്മോ ആയി, അതിന്റെ ഫോം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സർക്കുലർ ആയി, സർക്കുലർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാണ് സർക്കുലറിന്. ഓക്കെ, ഇതൊരു സർക്കുലറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്തൊക്കെ, ഡേറ്റ്, സർക്കുലർ നമ്പർ, ഡേറ്റ്, ഒരു ഹെഡിങ്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സല്യൂട്ടേഷൻ, അതുപോലെ ടോപ്പിക് എന്താ, ലാസ്റ്റ് ഡെസിഗ്നേഷനും നെയിമും, അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയുന്നത് സർക്കുലർ. വളരെ സിമ്പിൾ അല്ലടാ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്ത് വായിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.